നമുക്കൊപ്പം ഇപ്പോൾ കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. സന്ദീപ്, ഇപ്പം ഓരോ പ്രതികളായി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. സ്വാഭാവിക ജാമ്യമാണ്, അതായത് ഇതുവരെ ചാർജ് ഷീറ്റ് ഇല്ല. ഈ പ്രതിപട്ടികയിലുള്ള പ്രതികൾ എന്ത് ചെയ്തു, അവർക്കെതിരായ കുറ്റം എന്താണ്, ചാർജ് എന്താണ്, അവർക്ക് എതിരെ എന്തൊക്കെ തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞു, ഇത് കോടതിയെ അറിയിക്കാൻ കഴിയുന്നില്ല SITക്ക്? നോക്കൂ, ഈ കേസ് ദൗർഭാഗ്യവശാൽ ശബരിമല ശ്രീധർമ്മശാസ്താവിന്റെ സ്വർണ്ണപ്പാളി വസ്ത്രം സമർപ്പിച്ച സ്വത്തുക്കൾ മോഷ്ടിച്ച ഈ ഗുരുതരമായിട്ടുള്ള കേസ്, അതിന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു മൃതി അല്ലെങ്കിൽ ഒരു മരണം സംഭവിക്കട്ടെ എന്നാണ് ഈ സർക്കാർ ആഗ്രഹിക്കുന്നത്. ഇത് ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യരുത്, ഇത് ഇങ്ങനെ അവസാനിച്ചു പോകണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. അതിലേക്കായിട്ടാണ് ഇവർ ഈ കേസിലെ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്നത് വരെ മറ്റൊരു തരത്തിലും ഈ കേസ് ചർച്ചയാവരുതെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും പത്മകുമാർ അടക്കമുള്ള CPM നേതാക്കളുടെ ഇക്കാര്യത്തിൽ റോൾ ആ കുറ്റപത്രത്തിൽ പറയേണ്ടി വരും. അങ്ങനെ പറഞ്ഞാൽ CPM ഇതുവരെ എടുത്ത ഡിഫൻസ് മുഴുവൻ വൃഥാവിലാവും. സ്വാഭാവികമാണല്ലോ, കാരണം കുറ്റപത്രം വരട്ടെ എന്നിട്ട് തള്ളി പറയാമെന്ന നിലപാടാണല്ലോ സ്വീകരിച്ചിരുന്നത്. മറ്റു കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടാൽ സ്വാഭാവികമായും പത്മകുമാറും വാസുവും ഒക്കെ ചെയ്തിട്ടുള്ള കുറ്റങ്ങൾ എണ്ണി പറയേണ്ടി വരുമെന്നുള്ളതുകൊണ്ട് കുറ്റപത്രം പരമാവധി വൈകിപ്പിക്കാനുള്ള പരിശ്രമം നടത്തുന്നു. ഈ കേസ് അന്വേഷണം ഇപ്പോൾ അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. കൂടുതലായിട്ടുള്ള ഒരു കാര്യങ്ങളും വരുന്നില്ല, കൂടുതൽ പ്രതികളിലേക്ക് വരുന്നില്ല. ഈ അന്വേഷണം എവിടെ എത്തിയെന്ന് പോലും ഇപ്പോൾ പൊതുസമൂഹത്തിന് അറിയില്ല. ശബരിമലയിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ കോടാനുകോടിയുടെ സ്വർണ്ണപ്പാളി മോഷണവും വിശ്വാസികളെ അങ്ങേയറ്റം വഞ്ചിച്ചുകൊണ്ട് അവരുടെ ഹൃദയങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഈ സ്വർണ്ണപ്പാളി മോഷണം, ആ കേസ് പൂർണ്ണമായും അട്ടിമറിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. പത്മകുമാറിന്റെ ജാമ്യത്തിലൂടെ കാര്യങ്ങൾ കൂടുതൽ മാർച്ച് 4 മാർച്ച് 31 ഇപ്പോൾ SITക്ക് കൊടുത്തിരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ്. അതിനുള്ളിൽ കുറ്റപത്രം എന്നുള്ളതാണ്, അതാണ് അവസാന സമയപരിധി എന്നുള്ളത്. അതിനു മുൻപ് പരമാവധി തെളിവുകൾ ശേഖരിക്കുക, അതിനുള്ള ശ്രമങ്ങളൊക്കെ SIT നടത്തുന്നുണ്ടെന്ന് തോന്നുന്നു. കൂടുതൽ സാമ്പിളുകൾ സന്നിധാനത്ത് നിന്ന് ശേഖരിക്കുന്നു, ശാസ്ത്രീയമായ അടിത്തറ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ കൃത്യമായ തെളിവുകൾ ശേഖരിക്കാനുള്ള ഒരു ശ്രമമായി കാണാമോ ഇതിനെ, ഈ ഒരു കാല താമസത്തെ? അല്ല, ഇതൊരു ടൈം ബൈങ് തന്ത്രമാണ്. ടൈം ബൈങ് തന്ത്രം ഇവിടെ പ്രയോഗിക്കുകയാണ്. പരമാവധി വലിച്ചു തീർത്തി ഈ കാര്യങ്ങളെ ജനങ്ങളുടെ ഓർമ്മകളിൽ നിന്ന് മായ്ച്ചു കളയുക എന്നുള്ള തന്ത്രമാണ് പ്രയോഗിക്കുന്നത്. ഇത് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ചർച്ചയാക്കാൻ CPM ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഇത് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ വേളയിൽ ചർച്ച ചെയ്യാവുന്നതിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമം നടത്തുകയാണ്. ഈ കേസ് എങ്ങനെയെങ്കിലും അട്ടിമറിക്കാനുള്ള പരിശ്രമം നടത്തുകയാണെന്നത് വളരെ വ്യക്തമായിപ്പെട്ടിരിക്കുകയാണ്. ശരി, വളരെയധികം നന്ദി. സന്ദീപ് വാര്യരാണ് സംസാരിച്ചത്.